സർ, ശ്രീ ജോർജ് ജോസഫ് ഇപ്പോൾ അദ്ദേഹം പരാമർശിച്ചതുപോലെ തന്നെ ഇതിനെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ മതിയായ സൗകര്യങ്ങൾ നമുക്കില്ലാത്തത് അവസരമായി കണ്ടുകൊണ്ട് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരല്ലേ ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ഈ സൈബർ ഇടമെന്ന് പറയുന്ന ഒരു സുരക്ഷിത ഇടമായി തന്നെ ഇവർ കാണുകയാണോ? ഇല്ല, അത് ഇനി വ്യത്യാസം വരും. കാരണം ഇപ്പോൾ ഇതുപോലെ 3-5 ഇൻസിഡൻറ്റ് മതിയല്ലോ. ഇതിപ്പോൾ സൈബർ ക്രിമിനൽസ് ആയിട്ടുള്ളവരൊക്കെ ഇതിപ്പം മനസ്സിലാക്കി പിടി വീഴും എന്ന് ഉറപ്പായി. ഇത്ര നാൾ അവർ ഒളിച്ചിരുന്നാണ് അസ്ത്ര ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ മാറിയിരിക്കുന്നു കാര്യങ്ങൾ. ഏതായാലും ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ്റെ അദ്ദേഹം അത് കൃത്യമായി ചില പോയിൻ്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് സ്ഥലത്ത് കൊള്ളേണ്ടടുത്ത് കൊണ്ടുപോകും. ഇത്രയും വലിയ ഒരു ഫിഗറായ ഒരാളെ തൊടില്ല എന്നായിരുന്നു ആ ആൾ നിശ്ചയിച്ചിരുന്നത്, അയാളുടെ ഫോളോവേഴ്സ് നിശ്ചയിച്ചത്. പക്ഷേ തൊട്ടു കോടതി വടിയെടുത്തു. കാരണം ഇത് നമുക്ക് പോലീസ് ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇങ്ങനെ പിടിക്കപ്പെടുന്നവരെ തീർച്ചയായിട്ടും ഒരു 30-45 ദിവസത്തിനകം കുറ്റചാർജ് കൊടുത്ത് 90 ദിവസത്തിനകം അതിൻ്റെ ട്രയൽ തുടങ്ങിയാൽ, ടിപ്പിക്കലായിട്ട് കേരളത്തിൽ എവിടെയെങ്കിലും 3-5 ഏരിയയിൽ ഒരു ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഈ സൈബർ ബുള്ളിങ് വളരെയധികം കുറയും. കാരണം ഇപ്പം ഇത്രയും വലിയൊരാളെ പിടിച്ചു എന്ന് പറയുമ്പം അത് എല്ലാവർക്കും ഒരു ഷോക്കായിരുന്നു. അയാൾ അവിടുന്ന് കൃത്യമായിട്ട് ഊരിപ്പോവും, ജാമ്യം കിട്ടും. ആ ലോവർ കോടതിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ വെക്കുള്ളൂ കൃത്യം. കാരണം അതിനകത്ത് സെക്ഷൻ 67 അതുപോലെ തന്നെ IT ആക്ടിൻ്റെ 67 ഉള്ളതുകൊണ്ട് അത് 7 വർഷം മുതൽ 10 വർഷം വരെ അതിനകത്ത് തീർച്ചയായിട്ടും ഒരു കൺവിഷൻ കിട്ടുന്ന കാര്യമാണ്. അതുപോലെ 75 BNS ആക്ട് അനുസരിച്ച് അതിനകത്ത് 3 വർഷം ആണ് പറയുന്നെങ്കിലും ഈ ക്രിമിനൽ IT ആക്ടിനകത്ത് അതിനകത്ത് ഈ 67 IT ആക്ട് തീർച്ചയായിട്ടും അത് ഈ ഡിജിറ്റലായിട്ടുള്ള ക്രൈമിനെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അതിന് സാക്ഷികൾ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഈ സൈബർ ബുള്ളിങ് ഇടുന്നവർ അല്ലെങ്കിൽ ഇങ്ങനെ ബാഡ് കമൻറ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക, സാക്ഷി വേണ്ട, ഇത് ഡിജിറ്റലാണ്. ആ കംപ്ലൈൻറ്റും ആ ഡിജിറ്റൽ എവിഡൻസും മതി, അത് പ്രൈമറി എവിഡൻസ് ആണ്. ഇനി മറ്റൊരു തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പരാതിക്കാരനില്ലെങ്കിൽ പോലും പോലീസിന് സത്യമല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാൻ സാധിക്കില്ല. പോലീസിന് സ്വമോട്ടമായിട്ട് എടുക്കാം. പക്ഷേ അത് എത്രത്തോളം, കാരണം ലക്ഷക്കണക്കിനാണ് ഈ സൈബറിനകത്ത് ഈ ആൾക്കാർ കയറി ബാഡ് കമൻറ്റ് ഇടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കുട്ടികൾക്ക് പേരിൽ ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് എങ്ങനെ ട്രേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? അത് ചില കേസിൽ മാത്രമേ ട്രേസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, പത്തനംതിട്ട ഇലവന്തിട്ടയിൽ നടന്നത് 64 പേര് 13 വയസ്സിനും 16 വയസ്സിനും ഇടയ്ക്കുള്ള കൊച്ചിനെ ആ ഒരു കുട്ടിയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞപ്പോൾ അത് സംഖ്യ ഇനി കൂടും. പക്ഷേ ആ കുട്ടിക്ക് ആദ്യമായിട്ട് ഒരാൾ അത് 13 വയസ്സ് കഴിഞ്ഞപ്പം അതിനകത്ത് ഒരു ഒബ്സീനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തു. അതിനെ പതുക്കെ ഫീൽഡിൽ കൊണ്ടുവന്നു. 16 വയസ്സെട്ടിയപ്പം ആ കുട്ടിയെ റേപ്പ് ചെയ്ത് അത് പലർക്കും കാഴ്ചവെച്ചു. അതാണ് അങ്ങനെ. അത് ആ റൂട്ടില്ല, കുട്ടികളെ പതുക്കെ ഇതിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ കുട്ടി പറയാത്തിടത്തോളം കാലം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സൈബറിന് അങ്ങനെ ഒരു ദൂഷ്യവശം കൂടെയുണ്ട്. നമുക്ക് ചിലരൊന്നും ട്രാക്ക് ചെയ്യാനേ പറ്റില്ല. വിദേശത്ത് നിന്ന് അദ്ദേഹം നേരത്തെ പത്മനാഭ സാർ നേരത്തെ പറഞ്ഞ പോലെ വിദേശത്തൊന്നും നമുക്ക് അത്, കാരണം അതിൻ്റെ ഓപ്പറേഷനൊക്കെ വിദേശത്തു നിന്നാണ്. അതുപോലെ സൈബർ നമുക്കറിയാമല്ലോ, ഇപ്പം നമുക്ക് വളരെയധികം ഫണ്ടുകൾ സൈബർ പോകുന്നുണ്ട്. പല ആൾക്കാരും ഡിജിറ്റലായിട്ടുള്ള ഫീൽഡിൽ നിൽക്കുന്നവർ തന്നെ അതിനകത്ത് ഇരയാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2, 3, 4 കോടി രൂപ വരെ 7 കോടി ഈ അടുത്ത കാലത്ത് ഒരു IT എക്സ്പെർട്ടിന് പോയി. കാരണം അവർക്ക് വരെ അത് പറ്റിക്കപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ അതൊന്നും ട്രാക്ക് ചെയ്യാനായിട്ട് ചില കേസുകളൊക്കെ ട്രാക്ക് ചെയ്യാം. വിദേശത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യും, കൊറിയയിൽ നിന്നും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ ധാരാളം. അതെല്ലാം മലയാളികളാണ് മിക്കവാറും ഉള്ള ഇതിൻ്റെ പിന്നിലെല്ലാം. അപ്പോൾ അത് ഇന്ത്യയിലെ എല്ലായിടത്തും കേസ് ഇടുന്നൊക്കെ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും മലയാളികൾ ധാരാളം പേര് കാണുന്നുണ്ട്. മലയാളികൾ വളരെ അലസന്മാർ ഈ സൈബർ ഗുണ്ടയായിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതിനകത്ത് ഇയാൾക്ക് എന്തുമാത്രം ഫോളോവേഴ്സാണ് നമ്മൾ കാണുന്നത് കണ്ടില്ലേ? അയാളുടെ ലെവലിലുള്ള മനോവ്യാപാരമെല്ലാം അയാളുടെ ലെവലിലാണ് ആ ആൾക്കാർക്ക് മുഴുവൻ വരുന്നത്. കാരണം അയാളെ ജയിലിൽ സ്വീകരിക്കാൻ ചെന്ന് എന്തുമാത്രം പേരുണ്ടായിരുന്നു അവിടുന്ന്. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കും. എന്നിട്ട് അവരുടെ ചില പ്രസംഗങ്ങളൊക്കെ കേട്ടു. അവർക്കൊന്നും സമൂഹത്തിൻ്റെ ഒരു നിയമവ്യവസ്ഥയെപ്പറ്റിയോ ഭരണഘടനയെപ്പറ്റിയോ അല്ല ഇന്ത്യൻ നിയമത്തെപ്പറ്റിയോ കോടതിയെപ്പറ്റിയോ ഒന്നും ഒരു ബഹുമാനം ഇല്ലാത്തവരാണ്. ഇയാളെ അവിടുന്ന് വെളിയിലിറക്കി ഇങ്ങനെ പടക്കം ഓപ്പണായിട്ട് അവിടെ നിന്ന് കോടതിയുടെ മുമ്പിൽ അല്ലെങ്കിൽ സബ് ജയിലിന് മുമ്പിൽ പടക്കം പൊട്ടിക്കാൻ പോയത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പോലീസ് സോമോട്ടമായിട്ട് ഇവർക്കെതിരെ കേസ് എടുക്കണം. കാരണം അത് ഡിജിറ്റൽ എവിഡൻസ് ധാരാളമുണ്ട്. അവരുടെ ഓരോ ഈ ബോബി ചെമ്മണ്ണൂരിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞ വളരെയധികം ഒബ്സീനായിട്ടുള്ള വാക്കുകളുണ്ട്. അയാൾക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുള്ള അവരെ
ഈ ഹണി റോസിനെ പോലെ കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ നമ്മൾ കോടതിയെ ഇപ്പോൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. കൃത്യമായി കോടതി അതിനകത്ത് 1-2 കാര്യങ്ങൾ ചെയ്തു. കാരണം ജാമ്യം കൊടുത്തിട്ട് ഇയാൾ പോയില്ല, അയാൾ ജയിലിൽ കിടക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട്, അവരെയും കൂടെ കാര്യങ്ങൾ അറിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന രീതിയിൽ അവരെ സംരക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ കിടക്കും എന്നൊക്കെ ഈ സൈബറിനകത്ത് വളരെയധികം അങ്ങനെ ഉള്ള കമൻറ്റുകളൊക്കെ വന്നു. അത് കോടതി മനസ്സിലാക്കിയിരിക്കുന്നത്. കോടതി അതുതന്നെയാണ് ഇന്ന് സോമോട്ടോ ആയിട്ട് ഒരു കേസെടുക്കാനായിട്ട് ശ്രമിച്ചത്. പറഞ്ഞു, നിങ്ങളെ ജാമ്യത്തിൽ വിട്ടാലും ശരി, നിങ്ങൾ ഇറങ്ങിപ്പോയാലും ശരി, നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം കോടതിക്കുണ്ട്, അതിന് ഓർഡർ ഇടുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അഭിനന്ദിച്ച് നോക്കുള്ളൂ. കാരണം ഇത് കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സൈബർ ഏരിയയിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് കോടതിയുടെ ഓരോ സംസാരവും കോടതി. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു കേസ് 4-5 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇതിനൊരു ശമനം ഉണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്.